ഇപ്പുറത്തേക്കാണ് ഒരാള് മാറി വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് സ്വതക്ക കൊടുക്കുക എങ്കിൽ അരിസാമാനും ചില്ലറുള്ള ബസ്തുള്ള കൊടുത്തു പുറകു വേണായിട്ട് പ്രധാനിമാരെ വിളിച്ചുകൊണ്ട് പോയപ്പോ പേരിച്ചിട്ട് കയ്യിൽ നിന്ന് മൊബൈൽ ഒന്ന് ക്ലിക്കാക്കിട്ട് ഒന്ന് ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിൽ ഒന്ന് ഷെയർ ആക്കിയപ്പോ പിന്നെ ഒരാൾ മാറി എത്തുപാട്ട് വരല്ലേ എല്ലാവർക്കും പ്രോത്സാഹം ഇവിടല്ലേ പേരിച്ചിട്ട് ആരോഗ്യന്മാരെ കണ്ട സന്ദർഭത്തില് കയ്യിൽ നിന്ന് മൊബൈൽ സമേതം മറന്നു പോയിട്ട് മനുഷ്യ കീസിൽ നിന്ന് മൊബൈൽ സമയത്ത് എടുക്കുക നനപ്പായില്ല, ഫോട്ടോ എടുക്കുക നനപ്പ് വന്നേ ഇല്ല, വാട്സപ്പിടെ നനപ്പേ വന്നില്ല. വേറെ ആരെങ്കിലും കൊടുക്കുവരല്ലേ ഫോട്ടോ എടുത്തിട്ട് കടത്തിയങ്ങ് ചെന്നിട്ട് അത് സമയത്ത് നനപ്പൊക്കെ വന്നില്ല. എന്തുകൊണ്ട് ശരിയോടാ 100 ചില്ലറ 200 കാണാൻ ആള് മാറി ആരുള്ളതാ ഓരോ വാർഡില്. സുബ്ഹാനല്ലാഹ്. എല്ലാവർക്കും ഹോസ്പിറ്റലുടെ അതേപോലെ ജനറൽ വാർഡ് ക്യാൻസർ വിഭാഗത്തിൽ ഇപ്പുറത്തുകൾക്ക് പോയപ്പോ ഒരു ബാലക്കാരുടെ കാണ്ട് ഒരു 10-32 വർഷത്തെ ബേസറോൾഗത്തിൽ ചെറിയൊരു ബാലക്കാർ അല്ലാ ആ മനുഷ്യന്റെ തലയുടെ മേൽഭാഗത്തെ ടൊപ്പി ഇങ്ങനെ പാറപ്പാട്ടിത് ഓടുന്നു പൊട്ടുപാട്ടിയെടുത്തത് ഉൾഗത്തിൽ നിന്ന് മെതുളു കണ്ടുകൊണ്ടുണ്ടോ ബാൻഡയുടെ സമയത്ത് ഇടും പോലെയില്ല. ഉൾഗത്തിൽ മെതുളു ഒറ്റായി ഡോക്ടർമാർ പേടിക്കിടറ്. ഉൾഗത്തിൽ നിന്ന് മെതുള സമയത്ത് ബെൽറ്റ് കണ്ടുകൊണ്ടുണ്ടോ തലയുടെ മേൽഭാഗത്തെ പാറപ്പാട്ടിയെടുത്തത് മേൽഭാഗത്തെ തലയുടെ ഓട് ക്യാൻസർ വന്ന കാണുന്നത് കുമ്പായിട് പൊട്ടുപാട്ടിയെടുത്തത്. അങ്ങനത്തെ ഒരു മനുഷ്യ വിഭാഗത്തില് പിന്നൊരാളെ നോക്കുന്ന സന്ദർഭത്തില് കൗളുടെ പാതിയില്ല, മുഖത്തെ പാതി ഈ ഭാഗത്തെ വളത്തെ ഭാഗത്തെ കൗളങ്ങനെ കീറിയെടുത്തത് അതിലിങ്ങനെ തണ്ണി ഒഴുകിയോണ്ടുണ്ടോ ഓപ്പറേഷന്റെ ബന്ധാക്കട പോലത്തെ പരിസ്ഥിതിയില്ല. മൂന്ന് സമയത്ത് ചീഞ്ഞു പോയിട്ട് മനുഷ്യനത് കീഴുടെയും മൾമേലുടെയും പള്ളിയുടെ സട്ടുപുറത്തേക്ക് കണ്ടോണ്ടുണ്ടോ. ഇന്നൊരു മനുഷ്യനെ കണ്ടപ്പോ ആ മനുഷ്യന്റെ പാതി മുഖം മാത്രമുണ്ട്, ഇന്ന് പാതി മുഖയില്ല, താടിയുടെ മുള്ളില്ല, കീഴ്ഭാഗത്തെ പള്ളിയുടെ സട്ടില്ല, നാവങ്ങനെ പറുത്തു പോന്നിട്ടുണ്ടോ. എന്തും തിന്നും കുടിക്കും കൊടുക്കാവില്ല, കീല് പോലുള്ള പാതി മുഖം മാത്രം ഉള്ളൊരു മനുഷ്യ. അല്ലാ ഇന്നൊരു പെണ്ണിങ്ങളെ കണ്ടപ്പോ എത്ര ഉൾഗത്തില് ഇന്നേ അവിടെ കറലുണ്ടല്ലേ, കറല് പറത്തേക്ക് കണ്ടോണ്ടുണ്ടോ ഒരു ഭാഗം ചീഞ്ഞിട്ട് സൂമ്പ് പോന്നോ. പിന്നൊരു പെണ്ണിങ്ങളെ കണ്ടപ്പോ നെഞ്ഞിടെ മുള്ളുക ക്യാൻസർ വന്നിട്ട് അത് പൊട്ടുപാട്ടി എടുത്തിട്ട് ഉൾഗത്തെ ഹാർട്ട് ബീറ്റ് സമയത്ത് കണ്ടോണ്ടുണ്ടോ. കൈയില്ലാത്തത് കൈ കണക്കില്ല, കാളില്ലാത്തത് കൈ കണക്കില്ല, വിരള് മുറിച്ചെടുത്തത് കൈ കണക്കില്ല, കണ്ണില് പുളു വന്നോണ്ടിന്നേക്ക് കൈ കണക്കില്ല, കാതില്ലാതെ കൈ കണക്കില്ല, മുഖത്തില് നാവും അതേപോലെ ബായെല്ലാം പൂർണ്ണമായിട്ടും പെന്തുപോയ കൈ കണക്കില്ല. അതേ രൂപത്തിലെ കൽത്തക്ക് പിന്നൊരു മനുഷ്യനെ കൽത്തക്ക് ഇങ്ങനെ പൈപ്പിട്ടിട്ട് പുറത്തേക്ക് വേച്ചിട്ടുണ്ടോ. ശ്വാസ പണ്ടത് അതില് ഒന്തൊക്കെ ഇരടക്കയും അതില് പിന്നൊക്കെ കുടിക്കും അതില്. സുബ്ഹാനല്ലാഹ് 100 ചില്ലറ 200 ശരീരങ്ങനെ പടച്ച് മരിക്കുക തയ്യാറായോണ്ടുണ്ടോ. നിന്റെ മോള് കൊന്ന് കാട്ടിക്കൊടോ, അഹങ്കാര കാട്ട നിന്റെ ബാളക്കാട്ടി പെണ്ണുക അവൾക്ക് വലിയ മൊബൈലാവണോ, 3-4 ക്യാമറ ഇന്ന മൊബൈലാവണോ, ചെന്ന GB മെമ്മറി പവർ എന്ന മൊബൈലാവണോ, ഒന്നവൾക്ക് കാട്ടിക്കൊടുക്കും. മോള് ജീവന ചെന്ന ഇത് പെണ്ണ് പടച്ച തമ്പുരാന്റെ ചെറിയൊരു കൃമിയുടെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ കിട്ടുകൊടുത്തെങ്കിൽ കാണ്ട അവസ്ഥ ഇത് മൊബൈൽ വേണ, ഇതൊക്കെ കമ്പ്യൂട്ടർ വേണ, ഇതൊക്കെ വാഹന വേണ, ഇതൊക്കെ ഡ്രസ് വേണ, ഇതൊക്കെ മൊയിലാഞ്ചി വേണ, ഇതൊക്കെ ബംഗാറ് വേണ, ഇതൊക്കെ വാച്ച് വേണ, ഇതൊക്കെ ചെരുപ്പ് വേണ, ഇതൊക്കെ തിണ്ണുക വേണ, ഇതൊക്കെ അക വേണ, ഇതൊക്കെ മാപ്പിള വേണ, ഇതൊക്കെ പെണ്ണി വേണ. 6 പേടും മനുഷ്യ ആരോഗ്യം മാറുക അങ്ങനെ 6 വേണോ. അങ്ങ് മാപ്പിള ഉള്ള പെണ്ണുക്ക് മാപ്പിള ഉള്ള ഈ പയർക്ക് ഗുളി പൂന്ന് സൂമ്പ് പോലെ വേറെ
കേടായിട്ടിന്ന് ചീഞ്ഞനാറുടെ പെഞ്ഞയുടെ ഒത്തുകും പോയിട്ട് എന്താക്കട്ടെ ബാപ്പ ഉള്ളറാ മനുഷ്യക്ക് തന്നടെ ഓടില്ലാണ്ട് മെതിൽ പറത്ത് പോന്നിട്ടുന്ന മനുഷ്യക്ക് മോണുമേണ്ടകം പോയിട്ട് ഔത്തിൽ എന്താക്കട്ടെ കൈകാളെല്ലാം ചീഞ്ഞു പോയിട്ട് മനുഷ്യയുടെ ഔത്തുകം പോയിട്ട് എന്താക്കട്ടെ അതേപോലെ മനുഷ്യര് പാതി മുഖയിന്ന മാപ്പിളുടെ കൊമ്പോയുടെ പെഞ്ഞെ ഔത്തിലെങ്ങനെ നോക്കണത് എന്നിട്ടും ഇല്ലാത്തതുപോലെ ചെയ്യിച്ചിട്ടും മരിച്ചതുപോലെ ഇങ്ങനെ ചീഞ്ഞനാറുടെ 100 കണക്കിന് ശരീരമുണ്ട് മനുഷ്യ ഈ പ്രവാസ പോണ്ട സന്ദർഭത്തിൽ പെഞ്ഞിടൊന്ന് കാട്ടിക്കൊടു നിന്റെ മക്കൊന്ന് കാട്ടിക്കൊടും മനുഷ്യ തന്റെ പിരുസത്തെ മോളെ അത് വേണോ ഇത് വേണോ അത് മയ്യായില്ല ഇത് മയ്യായില്ല നീ ഹഠ പിടിക്കടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയൊരു പരീക്ഷണം നിനക്ക് തന്നെങ്കിൽ വന്ന് കിടക്കട ജാഗ നോക്കുന്നുണ്ട് തിന്നുകിന്നിട്ടും തിന്നുകാവാത്തതുപോലെ ഡ്രസ്സിന്നിട്ടും ഇടുകാവാത്തതുപോലെ നടക്കുക ഭൂമി എന്നിട്ടും നടക്കുക തീരാത്തതുപോലെ കിടക്കുക സ്വന്തം റൂമിൽ നിന്നിട്ടും മൂത്ര പരിസരത്തിന് സമേത ബലബലാത്തതുപോലെ പടച്ചറപ്പ് കൊടുക്കൂടെ പടച്ചറപ്പുടെ പരീക്ഷണപ്പെട്ട് മോളെ നിസ്കാരത്തെ ഇന്ന് മറക്കണ്ട മോളെ അല്ലാഹുടെ പള്ളിക്ക് കൊണ്ടത് മറക്കണ്ട ഇന്ന് ചെല്ലടേണേണ് നിനക്ക് ഊട്ടി വേണ നിനക്ക് കൊടൈക്കണൽ വേണ നിനക്ക് വിസ്മയ വേണ വേഗാലാണ്ട് വേണ ഹൈപ്പർ മാർക്കറ്റും സൂപ്പർ മാർക്കറ്റും നിസ്കരിക്കാണ്ട് സുബൈയുടെ പോയിട്ട് ചൗത്തോളം ചുറ്റി നടക്കുന്ന ഹൈപ്പർ മാർക്കറ്റ് വേണ ഇന്ന് തീർമാനാക്ക് പെണ്ണെ നിന്റെ പിരിസത്തെ മോളലും നിന്റെ പിരിസത്തെ പിന്നീടിലും മക്കൾക്കും ഒന്ന് ചൊന്നു കൊടുത്തിട്ടോ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും നമുക്ക് കൊടുത്തിട്ടു തിരിച്ചിടുമല്ലേ വന്നിട്ട് അൽഹംദുലില്ലാ പടച്ചവനെ നിനക്ക് ആ കള്ള കോട്ടികെട്ടല സുഖിട്ടെങ്കും അയ്യാവല റബ്ബ് എന്റെ നീ ഈ ജാഗിലാക്കില്ല തമ്പുരാനെ എന്റെ മക്കൾ നീ ഈ ജാഗിലാക്കില്ലല്ല തമ്പുരാനെ എന്റെ പെഞ്ഞയുടെ ഈ ജാഗിലാക്കില്ലല്ല തമ്പുരാനെ എന്റെ ഈ ജാഗിൽ കടപ്പാട്ടില്ലല്ല തമ്പുരാനെ എന്റെ ഉമ്മ ബാപ്പയുടെ ഉടകത്ത് പാട്ടില്ലല്ല തമ്പുരാനെ അൽഹംദുലില്ലാഹ് പടച്ചവനെ ഇന്ന് നാണധ്വാനിച്ച പൈസ നിന്നെ പാർക്കുമ്പോൾ ഇന്ന് ചെലവാക്കില്ല ബീച്ചും പോയിട്ട് ചെലവാക്കില്ല ഹറാമായ രൂപത്തിൽ നിന്ന് ചെലവാക്കില്ല എല്ലാ ഹോസ്പിറ്റലിന്റെ ബിസിയല്ല കങ്കനാടിക്ക് പിന്നൊരു റജല് കങ്കനാടിക്ക് പോണേണ് ഇന്നൊരു റജല് KMCക്ക് പോണേണ് ആയിട്ടില്ല മനുഷ്യ നിന്റെ ചെറിയ ചെറിയ മക്കൾക്ക് ഇസ്ലാമിക വിരുദ്ധമായ ഡ്രസ് ഇട്ടിട്ട് ഹറാമായ രൂപത്തിൽ നിസ്കാര സമയത്ത് തലാഖിന്റെ രൂപത്തിൽ ചുറ്റി നടക്കുന്ന സന്ദർഭത്തില് ഒന്നോ പമ്പുകളുടെ കർണാടക ബാങ്കിന്റെ ഹെഡ് ഓഫീസ് ഉണ്ട് പമ്പുല സർക്കാരുടെ മുംബൈ പോർട്ട് റോഡ് മുന്നോട്ട് പോയപ്പോ അടുത്ത ഭാഗത്തില് അതിന്റെ ബാക്ക് സൈഡിലെ കാർസ് ചന്ദ്ര എയ്ഡ്സ് രോഗിമാരുടെ ആശ്രമമുണ്ടോ അതേപോലെ തന്നെ മുന്നോട്ട് പോയപ്പോ KSRTC ഗവൺമെന്റ് ബസ്സിലെ ഡിപ്പോ ഉണ്ടല്ലേ ഡിപ്പോടെ തെല്ലും മുന്നോട്ട് പിന്നൊരു ആശ്രമമുണ്ടോ അതിനെ കാണാൻ തെല്ലപ്പുറ പോണ്ടേണ്ട കണ്ടെങ്കിൽ കുറുപ്പുറത്തിലും ഒരു ആശ്രമമുണ്ട് കൈകമ്പത്തിൽ ഒരു ആശ്രമമുണ്ട് മനുഷ്യ അവിടെ ഒരു നിന്റെ പെഞ്ഞൈ മക്കളെ വിളിച്ചോണ്ട് ടൂർ പോ അവിടെ ഉള്ളത് ഏഡ്സന്മാർ പേരിക്കൊരു ഏഡ്സ് വിചാരത്തിൽ പണ്ടതല്ലേ അല്ല മനുഷ്യ അതിൽ മാത്രം പണ്ടതല്ല അവിടെ ഇന്ന ആശ്രമത്തിലുള്ളത് സർക്കളുടെ മുട്ടത്തിൽ നിന്ന് ഏഡ്സ് രോഗിമാർ ആശ്രമം ഉണ്ടല്ലേ സുബ്ഹാനല്ലാഹ് 1.5 വർഷ വയസ്സിന്ന മക്കളെ ഉടനെ പിടിച്ചിട്ട് 40 വർഷത്തോളം വയസ്സിന്ന മക്കളെ ഉടത്തോള ചെറിയ ആണും പെണ്ണും ഹിന്ദുവും മുസൽമാനും ജൈനനും ക്രൈസ്തരും അങ്ങനെ എല്ലാ ജാതി ധർമ്മത്തെ മക്കളുടെ ഭേദഭാവം ഇല്ലാണ്ട് സർവഘട്ടില് പിരിസത്തില് സ്നേഹത്തില് ഐക്യത്തില് സൗഹാർദ്ദത്തില് ഞങ്ങളുടെ റായത്തിൽ അവന്റെ കാണുമ്പത്ത് ഗുണുകാവില്ല അവന്റെ കാണുമ്പത്ത് ഗൗണുകാവില്ല അവന്റെ ആടുമാർ കൊമ്മന്നെ പവണൊരു പാർട്ടിയാക്കിയ അവന്റെ ലീഡർ വന്നെ പോണുകൊരു പാർട്ടിയാക്കിയ പിന്നെ ഏതോ ഒരു പരദേശി വന്നെ പൗണ്ട് പിറകിൽ നാട് പാലക്കാറ് പോയത് ഇന്നൊരു പാർട്ടിയാക്കിയത് എല്ലാരും സമയില്ല സമാക്കുക പിന്നൊരുത്ത പാർട്ടിയാക്കിയ അവന്റെയും കൂട്ടിൽ സമാക്കുക ഇന്നൊരുത്ത വന്ന അവണും പാർട്ടിയാക്കിയ ആയത്തിൽ 100 ആളിന്നത് ഒരേ പാർട്ടി ആയിട്ടിന്നവങ്ങ ഒരേ ഇമാമുടെ പിറകിൽ ഇന്നങ്ങ ഒരേ വർഷം കഴിഞ്ഞപ്പോ 8 പാർട്ടി ആയിട്ട് 10 ആളുമാർ ഇങ്ങനെ ചിന്ന ഭിന്നമായി
പോയര് പരസ്പര അടിപിടിക്ക് തുടങ്ങിയര് അവൻ ഓതിയത് ഓടുകാവില്ല അവന്റെ നിസ്കാരം ഓണുകാവില്ല അവന്റെ മാടിയും മൗലികം പിന്നൊർത്തകാവില്ല ആ ഇമാമത്ത് ഇന്നൊരാളുകാവില്ല അപ്പ എന്നത് മോണുകാവില്ല മോണ്ടത് അപ്പകാവില്ല ഇളവന്റെ മൂത്തോണുകാവില്ല മൂത്തവന്റെ പിന്നൊർത്തകാവില്ല എല്ലാരും ഖുർആൻ ഓതിയര് റായത്തിലെ പൊടി പൊടിയാക്കിയര് ഹദീസ് ഓതിയര് ഉസ്താദ് ഹദീസ് കണ്ടില്ല ആലിമിങ്ങൾക്ക് കളവ് ചെല്ലടര് ചെന്നിട്ട് ആലിമിങ്ങളെ ദൂഷണാക്കിയ റായത്തിലെ ഉളുമാളാക്കിയ റായത്തിലെ ഒക്കട്ടിനെ പൊളിക്കുക ബാനായിട്ട് അവന്റെ ഖുർആൻ ഉപയോഗാക്കിയ റായത്തിന്റെ പിരസപ്പാടെയും സ്നേഹത്തെയും ഇല്ലാണ്ടാക്കുക ധൂളിപ്പട്ടാക്കുക ബാനായിട്ട് ഒരു ഹദീസ് ഓതിയ റായത്തിന്റെ പിരസപ്പാടെ ഇല്ലാണ്ടെങ്കിൽ പരസ്പര ശത്രു ആവുക ബാനായിട്ട് അവന്റെ സംഘടനയുടെ അവന്റെ ധർമ്മത്തെ അവന്റെ സംഘ സംസ്കൃതി അവന്റെ വിഭാഗത്തോട് ഉപയോഗാക്കിയ ഈ രൂപത്തിലുള്ള മനുഷ്യ ഇതെല്ലാം വേണാട്ട് നിക്ക് തെരിയണോണ്ട് കണ്ടെങ്കിൽ ആ 1.5 വർഷ വയസ്സിന് പിടിച്ചിട്ട് വലിയ വർഷ വയസ്സിന ചെറിയ ചെറിയ മക്കളുള്ള 7 രോഗിമാർ ആശ്രമത്തിക്ക് പോവോ ചെറിയ മക്ക നമുക്ക് വ്യഭിചാരത്തിൽ കിട്ടിയതല്ല 1.5 വർഷത്തെ ചെറുക്കും പെണ്ണുക്കും എന്ത് ഏടുസില എന്ത് വ്യഭിചാരള എന്ത് ജിനള എന്ത് തെരിയത് ചിരപ്പുമ്മടിൽ നിന്നിട്ട് വന്നത് ഇഞ്ചക്ഷനിൽ വന്നത് ചോരള് വന്നത് എങ്ങനെ മോക്ക് തെരിയാട്ട് കിട്ടിപ്പോയ പടച്ചറപ്പ് കൊടുത്ത് ഗിഫ്റ്റ് ഉണ്ട് ചെല്ല പടച്ചറപ്പ് കൊടുത്തതായിട്ട് എങ്ങനെ ഉണ്ടെങ്കിൽ തെരിയല അങ്ക് പിടിച്ച സീക്കെന്തിരണ്ടെങ്കിൽ തെരിയല ആ മക്കൾക്ക് ഉമ്മ വേണ്ട ബാപ്പ വേണ്ട അല്ല മക്കളെ ഉമ്മക്ക് വേണ്ട മക്കളെ ബാപ്പക്ക് വേണ്ട കുഞ്ഞപ്പ മൂത്തപ്പന്മാരുള്ള ഈ മക്കളെ വേണ്ട സ്കൂളിന്റെ മക്ക മുട്ടത് ഈ പാട്ട് കൊപ്പില്ല ആ മക്കൾക്ക് സ്കൂളില്ല മുസ്ലിം മക്ക ഉണ്ടതൊക്കെ മദ്രസ ഇല്ല എന്തും ഇല്ലാണ്ട് കേവലം മരണത്തെ കണ്ണടം എന്നോട് കണ്ടോണ്ട് ചെയ്യിച്ചുകൊണ്ടുള്ള 100-100 മക്ക ഉള്ളൊരു മനുഷ്യര് മരിക്കുക അവിടെ മക്കളെ കാണുമ്പോ പളക്ക പറഞ്ഞ അപ്പ വാർഡന് ചെന്നോണ്ടുള്ളത് ജീവപോണ്ട് മക്കളെ 1-2-3 ഗുന്താവിടോ മക്കളെ ആക്ടിവിറ്റീസിൽ ഗുന്താവിടോ മക്കൾ ചിരിച്ചുകൊണ്ടുള്ളത് നിങ്ങളെ കണ്ടവർത്ത് അങ്കള് ചെന്ന മുട്ട പണ്ടറ് കയ്യിൽ നിന്ന് ബിസ്ക്കറ്റും റസ്കും അതേപോലെ ഫ്രൂട്ട് ഐറ്റംസും കൊടുത്തപ്പോ ചന്തത്തിൽ എടുത്തിട്ട് തിന്നിടറ് ഒരു പാപ്പടെ പോലെ നിങ്ങളെ കണ്ടറ് ഒരു മൂത്തോന്റെ പോലെ നിങ്ങളെ കണ്ടറ് ഒരു അങ്കിളുടെ പോലെ നിങ്ങളെ കണ്ടുകൊണ്ടുള്ളത് മക്ക അങ്കളുടെ കണ്ടങ്ങില്ല സ്വന്തം പെറ്റ പാപ്പടയും ഉമ്മടയും അങ്ങ് കണ്ടിട്ടില്ല ഈ മരണ ചെന്നെങ്കിൽ എന്തിരേണ്ടും നമുക്ക് കൊന്തില്ല അങ്ക് പിടിച്ച സീക്കെന്തിരേണ്ടും നമുക്ക് കൊന്തില്ല അങ്ങനെ മരിക്കുക തയ്യാറാവിടെ 1-2 നാളും നിങ്ങൾക്ക് സൂചന കിട്ടിയപ്പോ വേഗ ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ആക്കണത് എയ്ഡ്സ് രോഗിമാർ ഹോസ്പിറ്റലിൽ പാട്ടറ് 2-3 നാൾ കഴിഞ്ഞപ്പോ മക്കളെ ജീവ പോയപ്പോ മുസ്ലിം മക്കാണ്ട് കണ്ടെങ്കിൽ മുട്ടത്തെ പള്ളിക്ക് തെരിപ്പാട്ടറ് അവിടെ വന്നിട്ട് രോഗിമാർ ദഫനാക്കട പ്രത്യേക ഖബർസ്ഥാന ജാഗയുണ്ടോ ഒടുക്കും പോയിട്ട് ദഫനാക്കിയറ് ക്രൈസ്തവ മക്കാണ്ട് കണ്ടെങ്കിൽ ചർച്ചക്ക് കൊടുക്കടറ് ഹിന്ദു മക്കാണ്ട് കണ്ടെങ്കിൽ സുൽത്താൻ ബത്തേരുടെ സാർവജനിക രുദ്രഭൂമിയിൽ കരണ്ട് കൊടുത്തിട്ട് ഭസ്മാക്കി പൊട്ടറ് സുബ്ഹാനല്ലാഹ് കളിച്ചോണ്ടിന്ന മക്കങ്ങനെ കേക്കില്ലേ അങ്ങയുടെ വീടറ് ചെന്നിട്ട് അപ്പോ ഹർഡറിനങ്ങ് കളവ് ചെല്ലിടറ് ഉമ്മ വിളിച്ചോം പോയിടറ് ഞങ്ങളെ ബാപ്പടങ്ങ വിളിച്ചോം പോയറ് ചെന്നിട്ട് ചെല്ലാണ്ട് വേറെ തെരില്ല ഈ മക്ക കേക്കടറ് അങ്ങനെ ഞങ്ങളെ ഉമ്മ ഞങ്ങളെ വിളിച്ചോണ്ട് പോകും എപ്പ പണ്ട് ഞങ്ങളെ ബാപ്പ ഞങ്ങളെ വിളിച്ചോണ്ട് പോകും എപ്പ പണ്ട് സുബ്ഹാനല്ലാഹ് നിന്റെ കയ്യിലിന്റെ കുഞ്ഞി കിടാവുടെ ബേസിന്റെ ചെറിയ മക്ക എഴുതി പിടിച്ചിട്ട് മരിക്കുക തയ്യാറായിട്ടുള്ളത് അഹങ്കാര വന്നപ്പോ പടച്ചറപ്പ് തന്നെ പൈസയുടെ ഹറാമുടെ ചെലവാക്കുത്തിൽ മനസ്സിൽ വന്നപ്പോ തന്നെ എഴുതി രോഗി മാറ മക്കൊന്ന് കാട്ടിക്കൊടു ചെന്നു പിന്നെ പണത്തിൽ വന്നിട്ട് പിടിച്ചു ചെല്ലു മക്കള് ജീവന ചെന്നെങ്കിൽ അങ്ങനെയും കൊണ്ടുവന്നു അല്ല തന്നെ പൈസയിൽ അഹങ്കാര വേണ്ട മക്കള് ഡ്രസ്സിൽ അഹങ്കാര വേണ്ട മക്കള് ആഹാരത്തിൽ ഇസ്രാഫ് വേണ്ട മക്കള് അല്ലാഹു തആല തന്നെ പൈസ പാർക്കും ബീച്ചും മാനസത്തും തിരുക്കുളത്തും കൊണ്ടും പോയിട്ട്
ദീർഘമുള്ളതല്ല മോള്. ഇവിടെ പള്ളിക്കുള്ളതുണ്ടതില്, അതിൽ മദ്രസക്കുള്ളതുണ്ടതില്, പാവത്തക്കുള്ളതുണ്ടതില്. കഴിഞ്ഞ വർഷം റമദാനടെ കാണുന്നത് റൗത്തുക ദക്ഷിണ കന്നഡ ജില്ലയുടെ റൗത്തൂർ കുട്ടകാട് പ്രദേശത്തിൽ നിന്ന് റൗത്തുക നിങ്ങൾ അക നോക്കുക പോയാ സുബ്ഹാനല്ലാഹ് 10 കിലോമീറ്റർ ആസുപാസിൽ കറണ്ട് ചെല്ലുന്ന സമാണില്ല. ചെറിയ ചെറിയ മക്കളുള്ളവര് സ്കൂളിൽ നടന്നുകൊണ്ട് പോണോ. തോടും കുട്ടിയും ഇന്ന് പ്രാണിയും മൃഗവും ഉള്ള ജാഗയര് ചെന്നെങ്കിൽ നിങ്ങൾ ചില പ്രായത്തെ പേരർത്താവുത്തിൽ ഇന്ന് ദേവറുറായ അങ്ങനെ കുട്ടകാട് പ്രദേശത്തിൽ ഇന്നാളും മാറ് ഏതോ തന്റെ മക്കളായിട്ടുള്ളത് അങ്ങനെ നോക്കുക ആളില്ല. സക്കാത്ര പൈസ അങ്കത്തില്ല, സ്വതക്കത്തെ പൈസ അരിയങ്കത്തില്ല. റമദാനിടെ കിട്ടും ഗിഫ്റ്റും അങ്ക് എത്രയില്ല. അല്ലാഹ് 2-3 കാലക്കാർത്തി പെണ്ണുമക്ക കാലക്കാർത്തില്ല കെൽത്തി പെണ്ണുമക്ക ഉള്ളത്. കെൽത്തി പെണ്ണുമക്ക ഉള്ളത് 45-47 വർഷം വയസ്സായത്. മങ്ങിലയില്ല, പൊതുവണ്ടില്ല, ആരൊക്കെ വേണു. ആ കുട്ടകാട് പ്രദേശത്തിൽ കറണ്ട് സമയത്ത് ഇല്ലാതെ കൊത്തലിക വെച്ചിട്ട് ബന്ധാക്കണത് ജോപ്പടി പട്ടി പോലെ കേവല തനിമാറ് കൊടുക്കണം. മടലിട്ടതേ കിടങ്ങ അടകാട വന്നപ്പോ ആ ഔത്തിൽ കിടന്നിട്ടുറങ്ങുക ആവില്ല. നിണ്ടിട്ടേ ഉറങ്ങണത്ര ചയറ സമയത്ത് ദഹിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. കഴിഞ്ഞ 3 വർഷത്തിൽ കൊടുത്ത ഒരു കവർ കണ്ട പ്ലാസ്റ്റിക് കൊണ്ടത് മാത്രം മേൽ കിട്ടുന്നത്. മഴ വന്ന മുൾഗത്തിൽ തണ്ണി പോലൊടു കൊട പിടിച്ചിട്ട് പെൽക്കെൽത്തി ഉമ്മയും അതേപോലെ ആ പെണ്ണിങ്ങും കൊട പിടിച്ചിട്ട് നിണ്ടോണ്ടുള്ളത്. ആ ഉത്ര ഉൾഗത്തില് ആണ് ചെണ്ട സമാണ് ആ ഉത്തരില്ല. ഇന്നത്തെ ദയനീയ പരിസ്ഥിതി നകവുണ്ട് മോനെ. നല്ല ബിൽഡിങ്ങള്, സുന്ദരമായ ഫാനഡടില്, എസിഡടില്, നല്ല ബെഡിലും നല്ല കിടക്കലും കിടന്നുറങ്ങട സന്ദർഭത്തില് അങ്ങനത്തെ കുടിസലൊന്ന് കിനാവ് കാണും മനുഷ്യ. അങ്ങനത്തെ കുടിസലൊന്ന് കിനാവ് കാണുമോടെ. അല്ലാഹുവിന്റെ റസൂലുടെ ദീൻ അവിടെ ഉള്ളളാ. അല്ലാഹുവിന്റെ റസൂലുടെ ദീനും അടിമാടികളുള്ളതല്ലത്. ഞങ്ങളെ പെണ്ണിങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്. മങ്ങിൽത്തേക്ക് പോയപ്പോ അല്ലെങ്കിൽ ഹാളുക്ക് പോയപ്പോ ബീച്ച് പാർക്ക് പോയപ്പോ സിറ്റിക്ക് പോയപ്പോ ഞങ്ങളെ കാണാൻ ചെറിയ അക അങ്ക് കണ്ടേയില്ല. ഞങ്ങളെ കാറുടെ കാണാൻ ചെറിയ കാറങ്ക് കാണില്ല. ഞങ്ങൾ നിന്റെ ലാക്കട കാർ എന്നെങ്കിൽ ഞങ്ങളെ പെണ്ണിങ്ങൾക്ക് കണ്ടുകൊണ്ടത് കോട്ടിയുടെ കാറ്. ഞങ്ങളെ അക ഒരു ഫ്ലോറുടെ കണ്ടെങ്കിൽ ഞങ്ങളെ പെണ്ണിങ്ങൾക്ക് ഫ്ലോർ ഇല്ലാത്ത അക കാണില്ല. ബദലക്ക് 2-3 ഫ്ലോറുടേത്. ഞങ്ങളെ 3 ബെഡ്റൂം ഉണ്ടോണ്ട് കണ്ടേ ഞങ്ങളെ പെണ്ണിങ്ങൾക്ക് ഒരു ബെഡ്റൂം അടക്ക കാണില്ല. ബദലക്ക് 5-6 ബെഡ്റൂം കണ്ടോണ്ടുണ്ടോ. ഞങ്ങളെ സിംഗിൾ ഡോറുടെ ഫ്രിഡ്ജ് ഉണ്ടോണ്ട് കണ്ടെങ്കിൽ ഫ്രിഡ്ജ് ഇല്ലാത്ത ഔത്രങ്ങ കാണില്ല. ബദലക്ക് ഡബിൾ ഡോറുടെ ഫ്രിഡ്ജിനക മാത്രം കണ്ടോണ്ടുള്ളത്. ഞങ്ങളെ ഉത്തരുന്ന പെണ്ണിങ്ങൾക്ക് 10 പവൻ ബംഗാറുണ്ടോണ്ട് കണ്ടെങ്കിൽ ബംഗാറില്ലാണ്ട് റോൾഡ് ഗോൾഡ് വെച്ചിട്ട് മങ്ങിലത്തേക്ക് പോണ്ട് പുതിയ പെണ്ണയുടെ സമയത്ത് അങ്ങ് കാണില്ല. ബദലക്ക് പർദ്ദ ഉദ്രഹാജാറ് പെഞ്ഞയുടെ കഴുത്തിൽ നെയ്യമ്പ പോണ ബംഗാറ് കണ്ടോണ്ടുണ്ടോ. ഇതല്ല മക്കള് ഞങ്ങളെ അവസ്ഥ. ഇതല്ല മക്കളെ ഞങ്ങളെ അവസ്ഥ. ഞങ്ങളെ പാലക്കാട് പെണ്ണമക്ക 5000 രൂപ ഫറദായിട്ടാണ് നടന്നുകൊണ്ടുള്ളത്. അവൾക്ക് കണ്ടുകൊണ്ടുള്ളത് ഫറദ ഇല്ലാണ്ട് കീരി പറഞ്ഞു പോയ ബേങ്ങണം കിട്ടോണ്ടുള്ള ഫറദ ഞങ്ങൾക്ക് കാണില്ല. അതൽക്ക് അവൾക്ക് 5000 രൂപ ഫറദ അവൾക്ക് കണ്ടുകൊണ്ടുണ്ടോ. ഞങ്ങളെ പെണ്ണിങ്ങോ 2000 രൂപ ചെറുപ്പിട്ടിട്ടുണ്ടെങ്കിൽ പിന്നൊരു ഔത്ര പെണ്ണിങ്ങ ചെറുപ്പില്ലാണ്ട് നടക്കുന്നത് കാണില്ല. ബദലക്ക് 5000 രൂപ ചെറുപ്പും ഷൂമല്ലങ്ക് കണ്ടോണ്ടുള്ളത്. അല്ലാഹ് പടച്ച റബ്ബ് തന്നെ അനുഗ്രഹത്തെ മതിമറന്നപ്പോ അല്ലാഹ് തന്നെ അനുഗ്രഹത്തിൽ നിഅമത്താക്കടതിന്റെ ബദലക്ക് അല്ലാഹുക്ക് ധിക്കാറാക്കുക തുടങ്ങിയപ്പോ ഞങ്ങളെ തിണ്ണുക വേണായിട്ട് ശത്രുടങ്ങ കാത്തു നിൽക്കുക ചെന്നിട്ട് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് പഴക്കത്തിലാണ് വിരാമാക്കിയ മുസ്ലിമീങ്ങളെ. അല്ലാഹുവിന്റെ റസൂലുടെ സ്വഹാബത്ത് കഷ്ടപ്പെടുന്ന രീതിയിലുണ്ടാകുക വേണായിട്ട് ചെറിയൊരു പഴക്കത്തെ മാത്രം ചെന്നൊരു പഴക്കത്തേക്ക് വിരാമാക്കട്ട.
ഒരു നാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വലിയ സ്വഹാബത്തും യാത്ര പോണ്ടര് നടന്നോണ്ടൊരു തിരുളു പോണ്ടര് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്ലിം ആയിട്ടില്ലാന്ത വിരലിൽ എണ്ണിടത്ര വലിയ സ്വഹാബത്ത് 10 കണക്കിലുള്ള സ്വഹാബത്ത് മാത്ര പിന്നെ എല്ലാവരും ഇടീ മക്ക നഗരി മുശ്രിക്കടങ്ങ മാത്രം ഉള്ളത് ആ തിരുളിങ്ങനെ നടന്നോണ്ട് പോണ്ട സന്ദർഭത്തില് ഒരു ജാഗയിൽ നിന്നിട്ട് റോഡ് സൈഡിൽ നിന്നിട്ട് ഒരു ഗുഡിസിനിട്ട് ബൊബ്ബ കേക്കട പുൽപുട്ടത് കേക്കട അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും അല്ലേ തിരിഞ്ഞു നോക്കി എന്തിന് നടക്കട് ചെന്നിട്ട് നോക്കുമ്പോ ഒരു പാടക്കാര മനുഷ്യടെ കാളുക ഇങ്ങനെ ചെയ്തിട്ട് തൂക്കി വീശിற ഒരു കമ്പത്തെ മേൽ ഗൗത്ര പിത്തിൽ ഒരു കുന്തത്തെ മേൽ ഇങ്ങനെ തൂക്കി വീശിറത് തലക്കീളും കാളുമേളാക്കി ഇങ്ങനെ കൊല തൂക്കിയത് പോലെ ബാലയുടെ കൊല തൂക്കിയത് പോലെ തൂക്കി വീശിറത് അടിഭാഗത്തിനോട് തലയുടെ ഭാഗത്ത് ഇങ്ങനെ തീകത്ത് പാട്ടുകൊണ്ടുള്ളത് മുട്ടത്തില് പെഞ്ഞെ പുൽപുട്ടോടൊന്ന് പുടുറുളേ നല്ല മാപ്പിളുടെ കരിക്കണ്ട കൊള്ളണ്ട പിന്നെ ഈ പുൽപുട്ടോണ്ടുള്ളത് പാലക്കാർത്തി പെണ്ണ് ചെറിയ കിടാവുണ്ടെന്നു കയ്യില് ഇന്നൊരു കിടാവ് പറത്തിൽ നിന്നിട്ടും പുൽപുട്ടോണ്ടുണ്ടോ പെഞ്ഞയും മക്കളെയും എതിരുള്ള സ്വന്തം മാപ്പിളുടെ കരിച്ചോണ്ടുള്ളത് ആ സന്ദർഭത്തിൽ ആ മനുഷ്യ പുൽപുട്ടുകൾ അല്ലാഹുവിന്റെ റസൂൽ നോക്കടോ നൂറുകണക്കിന് ആയിരക്കണക്കിന് ശത്രുടെ അബൂജഹലുടെ പോലെ താളുമാർ തീ കൊടുത്തൊരു കത്ത് പാടി ചിരിച്ചോണ്ട് കളിച്ചോണ്ട് ഡാൻസ് കളിച്ചോണ്ടുള്ളത് ഞങ്ങളെ കണ്ണട തണ്ണിയങ്ക് കാണ്ടില്ല ഞങ്ങളെ പുൽപ്പട ശബ്ദങ്ങളെ പൊട്ടിയ കാത് കേൾക്കില്ല അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും ഹെൽപ്പാക്കിയ പരിസ്ഥിതിയിലും ഇല്ല ഒരാള് മാത്രല്ല ഉള്ളത് എന്താകട്ടെ അങ്ങനെ നിക്കണ സന്ദർഭത്തില് തീയുടെ ഇടല കരിഞ്ഞു പോണ്ട മനുഷ്യൻ റസൂലുള്ളാഹിയുടെ കണ്ടവരത് കേൾക്കണ യാ റസൂലല്ലാഹ് ഇങ്ങനെ മാനവിയെ ഇന്നും പണ്ട് മുസ്ലിമിങ്ങളുടെ അവസ്ഥ കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലട ഇസ്ബിർ യാ സ്വഹാബ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലട സ്വഹാബ സബർ എടുക്കുമോണേ മുസ്ലിമുണ്ടെങ്കിൽ വിജയം ഉണ്ടാവൂ മുസ്ലിമുണ്ടെങ്കിൽ വിജയം ഉണ്ടായിട് ഇണ്ട് കാശ്മീരത്തൊന്ന് ചരിത്രം നോക്കിയുള്ളോ ഇതേക്ക് സമാനമായ ചരിത്രം നിങ്ങൾ കണ്ടോണ്ടില്ലേ ഗുജറാത്തിലെ ചരിത്രം നിങ്ങൾ കണ്ടോണ്ടില്ലേ അസാമുടെ ചരിത്രം നിങ്ങൾ കണ്ടോണ്ടില്ലേ മ്യാൻമാറുടെ ചരിത്രം നിങ്ങൾ 100 വട്ടം കണ്ടതല്ലേ എങ്ങനെയുള്ള കരിച്ചത് പെണ്ണുങ്ങളെ എന്തെല്ല ആക്കിയത് ആസിഫാജല്ലേ പെണ്ണിടാക്കിയ ദയനീയ മൃഗീയ അവസ്ഥയുള്ള നിങ്ങൾ പച്ച കണ്ടതല്ല മനുഷ്യ എന്തുകൊണ്ടിട്ട് ഇസ്ലാം ഇല്ലാണ്ടാവുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണയത് അണ്ട് ഇസ്ലാം ഉണ്ടാക്കുക പടച്ചതമ്പുരാന പരീക്ഷണാക്കിട അങ്ങനെ ഈ മനുഷ്യരുടെ കത്ത് പാട്ട് കൊണ്ടിക്കിടത് ഇടല് അല്ലാഹുവിന്റെ റസൂൽ സബുരുടെ പാട്ട് ചെന്നപ്പോ പിന്നെ ഈ പെണ്ണിങ്ങ കേക്കടി യാ റസൂലല്ലാഹ് ഇങ്ങനെ ശത്രുടങ്ങ ഞങ്ങളെ കരിച്ച് കൊന്നുവിട്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തൊരു ലാഭ നബിയുണ്ട് കേട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു ഓ പെണ്ണേ സഹോദരി അല്ലാഹു തആല നിക്കും നിന്റെ മക്കൾക്കും നിന്റെ മാപ്പിളക്കും സ്വർഗ്ഗത്തെ അല്ലാഹു ആക്കിട സഹോദരി ആ സന്ദർഭത്തിൽ പെണ്ണയും മാപ്പിളക്ക് പ്രോത്സാഹം കൊടുക്കണം തിരുസത്തെ മനുഷ്യ സോത്തു പോകണ്ട ചൊല്ലുറുളേ ജോറു അല്ലാഹു അക്ബർ അല്ലാഹു അഹദ് അല്ലാഹു അഹദ് ശത്രുടങ്ങളെ തീയുടെ എതിര് നിങ്ങൾ സോത്തു പോകണ്ട നിങ്ങൾ ഇന്ന് വിട്ടു കൊടുക്കണ്ട ചൊല്ലറു അല്ലാഹു അഹദ് ആ മനുഷ്യ ജോറ് ചൊല്ലുക തുടങ്ങിയത് അല്ലാഹു അഹദ് തീ അങ്ങനെ കത്തിട്ട് ആ മനുഷ്യ കരിഞ്ഞിട്ട് ശബ്ദം അങ്ങനെ നിന്നിട്ട് തലയുടെ കാളത്തോളം കരിഞ്ഞിട്ട് മസിയെ കിട്ടായിട്ട് ആ മനുഷ്യ ദൂരം നിന്നപ്പോ ശത്രുടങ്ങ ഈ പെണ്ണിങ് അഥവാ സ്വന്തം മാപ്പിള ശറഫാകപ്പെട്ട മയ്യത്ത് മാപ്പിളുടെ മയ്യത്ത് മസിയുടെ ഗിട്ട ഉണ്ടല്ലത് മല്ല കീഴിട്ട് ആ മയ്യത്തിന് മേളക കൈവേശങ്ങളെ പുൽപ്പെടുക തുടങ്ങിയത് എന്തോരവസ്ഥ അല്ലാഹ് നീനക്ക് സബൂറെടുക്കണ മനസ്സ് താ അല്ലാഹ്
ഒരു പെണ്ണിടെ ഒരു പെണ്ണിയുടെ എതിരിലെ മാപ്പിളയുടെ കത്തുപാട്ടെ കറ്റമോണ് പെണ്ണ് നേരായപ്പോ ആ ശത്രുടങ്ക വന്ന ഈ പെണ്ണുങ്ങൾ ചില പെണ്ണ് നീ ഇസ്ലാമിടെ പുട്ടുപെടുന്നു അപ്പോഴും പെണ്ണ് ചെന്ന് മാപ്പിളയുടെ കരിച്ചിട്ടായത് തിണ്ടെങ്ങും സമയത്ത് ഇസ്ലാമിടെ പുട്ടുപെട്ടൊരു വിഷയമേ ഇല്ല വലിയ മോന്റെ കാലിനെ പിടിച്ചത് അതേപോലെ അബൂജഹലും കൂട്ടറും അത് വലിയൊരു അടുപ്പുണ്ടാക്കിയത് അതൊക്കെ കോളറാസിയിട്ടത് അതൊക്കെ എണ്ണ വീശിയത് തീ കൊടുത്തത് മേലിൽ വലിയൊരു പാത്രം വേച്ചത് അതിൽ പൂർണ്ണമായിട്ടും എണ്ണ നിറച്ചത് തീ എങ്ങനെ കത്തുപാട്ടിയത് എണ്ണ എങ്ങനെ പയച്ചോണ്ടിക്കട സന്ദർഭത്തിൽ പെണ്ണിങ്ങ ചായാക്കുമ്പോ തണ്ണി എങ്ങനെ പയക്കട അതേ രൂപത്തിൽ ഇങ്ങനെ തന്നെ എണ്ണ എങ്ങനെ പയച്ചോണ്ടിക്കട സന്ദർഭത്തില് ഈ ചെറുക്കടയും മോണ്ടിങ്ങനെ പിടിച്ച് കാലിൽ പിടിച്ച് തൂക്കി വീച്ചത് ചെല്ലടി അല്ലാഹു ഇല്ലാണ്ട് ചെല്ല് അല്ലാഹുടെ വിട്ടുകൊടോ മുഹമ്മദിന്റെ ദീന വിട്ടുകൊടോണ്ട് ചെന്നപ്പോ ആ പെണ്ണിങ്ങൾ അല്ലാഹുടെ പുത്ര വിഷയമേ ഇല്ല മോണ്ട എന്തും കണ്ട അത് എന്ത് തപ്പാക്കത്ത് ഇങ്ങ കേട്ടേ ഇല്ല കാലിൽ പിടിച്ച് തലടൊന്ന് പയക്കട എണ്ണക്ക് അങ്ങനെ മുക്കിയെടുത്തറ സുബ്ഹാനല്ലാഹ് കിടാവ് നമ്മുടെ എതിരിൽ പുൽപ്പെടുക തുടങ്ങിയത് ആ പുൽപ്പെടുന്ന സന്ദർഭം തങ്ങളെ കാതുക പുൽപ്പ് കേൾക്കില്ല അങ്ങ് ചിരിച്ചോണ്ടുള്ള തമാശ ആക്കിക്കൊണ്ടുള്ളത് ഈ പെണ്ണുങ്ങ ഇന്നും അല്ലാഹു അഹദ് എന്റെ ദീനയുടെ കൊള്ളകു നിങ്ങളെ കൊണ്ട് സാധ്യയില്ല മക്കളെ കരിച്ചെങ്കും ബിൽദില്ല അല്ലാഹുടെ ദീന വിടുക തയ്യാറല്ല സുബ്ഹാനല്ലാഹ് ശത്രുടങ്ങ മോന്റെ ശരീരത്തിനും വേണ്ടി എണ്ണ കിട്ടറ് എണ്ണലങ്ങനെ പയക്കുക തുടങ്ങിയത് റോളാക്കുക തുടങ്ങിയത് ഞങ്ങളായത് കോളിയുടെ ഫ്രൈ ആക്കണത് പോലെ ഇരുമ്പുടെ ചട്ടങ്ങൾക്കും വന്നിട്ട് ഇരുമ്പുടെ കമ്പിക്കും വന്നിട്ട് കിടാവിടെ റോളാക്കുക തുടങ്ങിയത് ഉൾഗത്തിൽ മസിയായത് അല്ലാ ആ സന്ദർഭത്തിലും അങ്ങനെ നോക്കിട്ട് പുൽപ്പിട്ടോട്ടുണ്ടോ കൽബങ്ങനെ പൊട്ടിപ്പോയത് സ്വന്തം മാപ്പിളയും സ്വന്തം മോണും കരിഞ്ഞു പോയ കഥ തെല്ല് നേരായപ്പോ കയ്യിൽ അറുകി പിടിച്ചിരുന്ന പൊടി കുഞ്ഞുണ്ടല്ലേ ആ കുഞ്ഞിനെയും കാളിങ്ങനെ പിടിച്ചിട്ട് തൂക്കി വെച്ചറ ഇതിരെയും എണ്ണ കൊണ്ട് നിന്റെ ധർമ്മത്തെ പൊടു ചെന്നപ്പോ ഇടാവിടെ എന്തുമാക്കണ്ട അല്ലാഹുടെ ദീന പുത്ര വിസിയില്ല ഇടാവിടെയും വലിയ ചെറുക്കട വിട്ടുക എണ്ണ കിട്ടറ് രണ്ട് മക്കളെയും ഒരേപോലെ ഉരുട്ടിട്ട് ഒരേപോലെ എണ്ണ കിട കരിച്ചു വിട്ടറ് ഭസ്മായി പോയത് ഉൾഗത്തിലും മസിര കിട്ട പോലെ ആയത് കരുകരുത്ത രണ്ട് മയ്യത്ത് എണ്ണലങ്ങനെ പയച്ചോണ്ടുണ്ട് എന്തോണ്ടുണ്ടോ അപ്പോഴും അങ്ങ് ചിരിക്കടറ് അങ്ങനെ ചിരിച്ച് ചിരിച്ച് ലാട്ടുകഥ ഈ പാലക്കാരുടെ സഹോദരൻ ഈ പാലക്കാരുടെ പെണ്ണുടെ നെഞ്ഞുകൊരു ചവിട്ട് കൊടുത്തപ്പോ പെണ്ണിങ്ങനെ അഡ്ഡപൂനപ്പോ മക്കളെ ഫ്രൈ ആക്കിയ ഇരുമ്പട കമ്പി ഉണ്ടല്ലേ ചട്ടങ്ങ ഉണ്ടല്ലേ ആ ചട്ടങ്ങത്തെ കൊമ്പന്നിട്ട് തീട കണൽ കിട്ടുവിട്ടറ് അത് തീട കണലായത് അത് കത്തിന് തീട കണലായപ്പോ ഈ പെണ്ണുങ്ങളെ അഡ്ഡക്കിടപ്പാടിന് നെഞ്ഞിൽ കാളും പെയ്ച്ചിട്ട് തലക്കും പെരടിക്കും കൽത്തുക്കും ചവിട്ടി പിടിച്ചിട്ട് ആ പെണ്ണുങ്ങളെ ഗുപ്താംഗത്തുക മുൻവാർത്തുക അടിച്ചൊന്ന് കുത്തി കൊടുത്തപ്പോ ഗുപ്താംഗത്തിൽ ഉൾഗത്തുക പോയി ഇരുമ്പട കമ്പിയതാ മുതുകങ്ങനെ പിച്ചിട്ട് മുതുക് കീറിട്ട് പറുത്ത് ബന്ത് ആ സന്ദർഭത്തിൽ ആത്തും പെണ്ണുങ്ങൾ ചെന്നോണ്ടുള്ളത് അല്ലാഹു അഹദ് അല്ലാഹു അഹദ് ജീവ പൂണ്ട കാണത്തിൽ മുന്നൽ ചൊല്ലു ശത്രുടങ്ങളെ രണ്ട് മക്കളെയും നിന്റെ മാപ്പിളയും കരിച്ചു വിട്ടത് ഇന്ന് നിന്റെ അല്ലേ നിങ്ങൾ കരിച്ചു വിട്ടത് ഒന്ന് ചെല്ലട്ട ഒരു വസിയത്തുണ്ട് കണ്ടത് അതൊന്ന് പാലനാക്കമാ ശത്രുണങ്ങോട്ട് ചിരിച്ചത് എന്തിരടി നിന്റെ ലാട്ട ആശയുണ്ട് കേട്ടപ്പോ ആ പെണ്ണ് ചെലട് അല്ലാ ശത്രുടങ്ങളെ ധിക്കാരിമാരെ നിങ്ങൾ റബ്ബ് നോക്കിയോളൂ നന്റെയും നിന്റെ മക്കളെയും നിന്റെ മാപ്പിളയുടെയും ഒരേ കബറിലൊന്നു ദഫന്നാക്കമാ അതാക്കെങ്ങന്റെ ഇല്ലെങ്കന്റെ ഏതുമാവട്ടു ആ പെണ്ണുങ്ങള് ഉൾപ്പെട്ടതിൽ ഇടല് അല്ലാഹു അഹദ് ചെല്ലുടതിൽ ഇടല് എണ്ണയും വീട്ടിട്ട് തീ കൊടുത്തിട്ട് ആ പെണ്ണുങ്ങളെയും കരിച്ചു വിട്ടറ് നാളെ മയ്യത്രയും കൊമ്പോയിട്ട് ഒരു ജാകൾ അങ്ങനെ പൂത്തി വിട്ടത് ദഫന്നാക്കി വിട്ടത് ശത്രുടങ്ങ
ഒരേ വർഷ കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പരിശുദ്ധമാകപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു നാൾ മിഅ്റാജിക്ക് പോണ്ട ജാവുണ്ട്. ഇസ്രാ മിഅ്റാജ് ചരിത്രം നിങ്ങൾ കേട്ടതല്ലേ? ആ മിഅ്റാജ് രണ്ട് ജാവുക റസൂലുള്ളാഹി തങ്ങ മക്കത്തിൽ നിന്നിട്ട് ബൈത്തുൽ മുഖദ്ദസ് യാത്ര പോണ്ട സന്ദർഭത്തിൽ ഒരു തെരുവ് നടക്കുന്ന സന്ദർഭത്തിൽ സ്വർഗ്ഗത്തെ ഗമഗമ പരിമണമുണ്ട്, കമ്മണമുണ്ട്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി കേട്ട ജിബ്രീൽ എന്ത് പരിമളത്, ദുനിയാവിലിണ്ടത്തോളം കിട്ടാതെ നോക്കാത്ത കേൾക്കാത്ത പരിമള, ഇത്രയും നല്ലൊരു പരിമള എവിടത് പണ്ടത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചൊല്ലുന്ന നബിയേ, ഇസ്ലാമുടെ പട്ടക്കാലത്തില് ഒരു പെണ്ണിങ്ങളെ കരിച്ചിട്ടില്ല നബിയേ, ഒരു മാപ്പിളക്ക് തീ കൊടുത്തിട്ടില്ല നബിയേ, രണ്ട് മക്കളെ എണ്ണ കെട്ടിട്ടില്ല നബിയേ. ആ സുമയ്യ റളിയല്ലാഹു അൻഹാടെ ഖബർ എവിടെ നബിയേ? ആ അമ്മാർ റളിയല്ലാഹു അൻഹുടെ ഖബർ എവിടെ നബിയേ? യാസിർ റളിയല്ലാഹു അൻഹുടെ ഖബർ എവിടെ നബിയേ? അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുടെ ഖബർ നബിയേ. ഒരു മാപ്പിളയുടെയും പെഞ്ഞയുടെയും രണ്ട് മക്കളെയും ഒരു ജാഗില കരിച്ചിട്ട് ഭസ്മാക്കിട്ട് ദഫനാക്കിയ ജാഗ നബിയേ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തെ പരിമളത്തെ ആ ജാഗ ഇട്ട് കൊടുത്ത നബിയെ ചെന്നിട്ട് ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം രണ്ട് സഹോദരി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ ഹയാത്താക്കുക വേണായിട്ട് പരിശുദ്ധ സ്വഹാബി വനിതമാർപ്പെട്ട കഷ്ടപ്പാട് ചില്ലറയല്ലല്ലേ. കൽത്തുക പള്ളിയിട്ടിട്ട് വലിച്ചിറ ബിലാൽ റളിയല്ലാഹു അൻഹുടെ ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹുടെ മുതുക് തീ കണലിട്ടിട്ട് കത്തപാടര ഖബ്ബാബ് റളിയല്ലാഹു അൻഹുടെ അത്രയുള്ള കഷ്ടവന്ന ദീനിടെ നിന്റെ മക്കളെ കൊണ്ട് നീ കൊന്നോണ്ടില്ല മോളെ. നിന്റെ മക്കൾക്ക് ഇസ്ലാമിന്റെ ടൊപ്പി വേണ്ട, ഇസ്ലാമിന്റെ ഡ്രസ് വേണ്ട, സുന്നത്ത് നിസ്കാരം വേണ്ട, നാല് മൗലിദ് ഒരുപാട് സമയമില്ല, ഒരു നാൾ ഒരു ഹദീസ് നിന്റെ ഉദ്രോധക നിന്റെ മക്കൾക്ക് ട്രെയിനിങ് കൊടുക്കില്ല, സലാസിന്റെ പള്ളോടെ പള്ളിക്ക് പോകുക പുരുഷത്തില്ല. സാർവജനിക പ്രദേശത്തേക്ക് പോകുമ്പോഴത്തേക്കോ മങ്ങലത്തും പാർക്കും പോണ്ട സന്ദർഭത്തില് ഭരതത്തെ വിഷയത്തിൽ ഗമനയില്ല നിക്ക്, ഡ്രസ്സിന്റെ വിഷയത്തിൽ ഗമനയില്ല നിക്ക്, അന്യാണക പ്രദർശനാക്കുന്ന രൂപത്തിലല്ലേ നിന്റെ ജീവന ശൈലി. ഞാൻ നിങ്ങളെ പറഞ്ഞോണ്ടുള്ളതല്ല പെണ്ണ്. സുമയ്യ ബീവി റളിയല്ലാഹു അൻഹാടെ കഥ കേട്ടതല്ലേ നിങ്ങ? അതേപോലെ എയ്ഡ്സും ക്യാൻസർ രോഗിമാരെ ചരിത്രം കേട്ടതല്ലേ നിങ്ങ? അതൊന്ന് കണ്ടനുഭവിക്കറോ. അഹം കബൂർ കൽബുൽ ബണ്ടില്ല, ആഡംബര കൽബുൽ ബണ്ടില്ല. അതുകൊണ്ട് ചെന്നോണ്ടുള്ളത് മക്കളൊന്ന് സാലിഹായ മക്കാവപ്പെടുറോ. തിരുസത്ത മാപ്പിളുടെ പാദസേവയാക്കിട്ട് ജീവൻ നടത്തുക പ്രയത്നാക്കറോ. പെഞ്ഞിയുടെ സ്വന്തം പെഞ്ഞയായിട്ട് കാണുറു മനുഷ്യ. ഏതോ ഒരു പെണ്ണ് ഉടരമോ പന്നവള് ചെന്നിട്ട് സ്വന്തം പെഞ്ഞിയുടെ അടിക്കടവും കുത്തിടവും പറയിടവും സ്വാഭാവിക നാണം കെട്ട മാപ്പിളമാർ ഒരു നിമിഷം ആലോചനാക്കളും പടച്ചറപ്പ് നിന്റെ കണ്ടുകൊണ്ടുള്ള ചെന്നിട്ട് നിന്റെ പിരിസപ്പെട്ട ഉമ്മ ബാപ്പ ഉണ്ടല്ലേ, മരണവേദന അനുഭവിച്ച ജന്മത്തന്നെ നിന്റെ ഉമ്മ ഉണ്ടല്ലേ, ആ ഉമ്മടെ പറയണ്ട, ആ ഉമ്മടെ മനസ്സിൽ നമ്പറാക്കിരണ്ട, ആ ഉമ്മടെ ചവിട്ടിയുടെ പറുത്തിലി കണ്ട നീ പറുത്തിലിഞ്ഞു പോകണ്ട. സ്വർഗമുള്ളത് നിന്റെ ഉമ്മടെ കാലടയിലും ഓടെ, സ്വർഗമുള്ളത് നിന്റെ ബാപ്പയുടെ ഹിദമത്തിലും ഓടെ. ഇതെല്ലാം ചിന്തനാക്കിയുടെ നല്ല സ്വഭാവമായി കൂടിച്ചിട്ട് പാലക്കാര ഇങ്ങനത്തെ നല്ല നല്ല കാര്യക്രമം നടക്കുന്ന സന്ദർഭത്തില് ഒന്നാമത്തെ സഫിൽ നീനുണ്ടാവണമോടെ, ഖുതുബത്തിലും നിസ്കാരത്തിലും അവ്വൽ വക്തിലും നീനുണ്ടാവണമോടെ. പ്രായത്തിൽ ഫിത്നയില്ലാണ്ട്, ഫസാദില്ലാണ്ട്, അടിപിടിയില്ലാണ്ട്, ഗുലുമാളില്ലാണ്ട്, ഒരേ ഇമാമ, ഒരേ ആശയ, ഒരേ വിശ്വാസ, ഒരേ ക്രമ, ഒരേ നിയമ, പരസ്പര ഇടവണമോ തവണോ ചെന്നൊരു പേരിച്ചിട്ട് ഒരേ ഖബറിൽ പോയിട്ട് കിടക്കടങ്ങ, ഒരേ ഖബറിൽ ഒരേ ഖബറുടെ മുട്ടത്തിൽ പരസ്പര ലൈനാളൈന് കിടക്കുകൊള്ളങ്ങല്ലേ. ഞങ്ങൾ എല്ലാരും ഞങ്ങൾ മരിച്ചപ്പോ ഞങ്ങളുടെ ആള് മാറി നിങ്ങൾക്ക് 3 പിടി മണ്ണെറിയണ്ട്. ഞങ്ങൾ മരിച്ചപ്പോ നിങ്ങൾക്ക് ദ്വാരക്കുമീൻ ചെല്ലണ്ട്. ഞങ്ങൾ മരിച്ചപ്പോ ഞങ്ങളെ പിറകിലിട്ട് മയ്യത്ത് നിസ്കരിക്കടങ്ങല്ലേ. ഞങ്ങളുടെ റായത്തങ്ങ ഞങ്ങളെ കുട്ടിക്ക് പങ്കടത്തെ പേരും തേച്ചിട്ട് കണ്ടവന്റെ പിറകിൽ പോയിട്ട് അള്ളാഹുടെ ദീനക്ക് വിരുദ്ധമായിട്ട് നടന്നിട്ട് റായത്തിൽ അടിപിടിയാക്കിട്ട് നീ പരസ്പരം നിന്റത് സമാ അവണ് വന്ന അവണ്ടത് സമാ ഓണ വന്ന അവണ്ടത് സമാ ചെന്നിട്ട് പരസ്പര റായത്തിൽ കത്തി വീച്ചങ്ക
അല്ലാഹുവിന്റെ റസൂൽ പരിചയാക്കിയ സ്വർഗ്ഗത്തേക്ക് നിക്ക് പ്രവേശമില്ല മനുഷ്യ. ഒക്കട്ടിട പൊടിക്കിടവണക്ക് ഈമാൻ ഉണ്ടാവല, ഒക്കട്ടിട പൊളിക്കിടവണ് സ്വർഗ്ഗത്തോട് ദൂരായിട്ട് കിടവണോ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ശൈഖുനാ മിത്തബയിൽ ഉസ്താദിന്റെ ആദർശത്തില്, ബഹുമാനപ്പെട്ട ശൈഖുനാ കണ്ണിയത്ത് ഉസ്താദിനെയും ശംസുൽ ഉലമാടെയും ആശയത്തിലെ ആദർശത്തില് ആ പഠിപ്പാട്ടെ ദീനല്ല നീ പഠിച്ചുകൊണ്ടുള്ളത്. നിന്റെ മക്കൾക്ക് നിന്റെ റായത്തില് ഈ റായത്തിൽ നീ പഠിച്ചുകൊണ്ടുള്ളത്, നിന്റെ റായത്തില് പഠിപ്പാട്ടുകൊണ്ടുള്ളത്. ആ പൊരുത്തപ്പെട്ട സനതല്ല നിന്റെ റായത്ത് ഉസ്താദ്മാർ മുഖാന്തര നിന്റെ മക്കൾക്ക് കിട്ടിയോണ്ടുള്ളത്. ആ ഉസ്താദ്ര ബായിലെട് കേട്ട ഇൽമല്ല നിന്റെ പിറകളുള്ളത്. ആ പഠിപ്പാട്ട് ഗുരുക്ക് വിരുദ്ധായിട്ട്, ജന്മ തന്നെ ഉമ്മക്കും ബാപ്പക്ക് വിരുദ്ധായിട്ട് അങ്ങ് മരിച്ചെങ്കിൽ കേക്കില്ലങ്ങ ഹുതുബിയത്തും റാത്തിബും മൗലിദാക്കിയ ശിർക്ക് ചെന്നിട്ട് സ്വന്തം ഉമ്മ ബാപ്പടെ മുശ്രിക്കാക്കട വർഗത്തെ പിറകില് സേറിയങ്ക അല്ലാഹു നിന്റെ ഈമാൻ ഇല്ലാണ്ടാക്കുക, അല്ലാഹു നിന്റെ ഈമാൻ ഇല്ലാണ്ടാക്കുക. പടച്ച റബ്ബുടെ സ്വർഗ്ഗത്തെ നീനെ നഷ്ടപ്പെടുത്തോണ്ടിക്കുക. ഇതെല്ലാം ചിന്തനാകട്ടെ. മയ്യത്ത് കട്ടിൽ തയ്യാറായിട്ടുണ്ടോ? നിസാൻ കല്ല് റെഡിയാക്കി വെച്ചറ്, കഫന്നാക്കോ ഖബറുടെ ജാഗ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ? കഫൻ തുണി റെഡിയാക്കി വെച്ചറ്, നിസ്കരിക്കുക സൗകര്യാക്കി വെച്ചറ്. മോനെ ഇമാമും മാമും നിക്കുക ആള് റെഡിയായിട്ടുള്ളത്. ശ്വാസം ഒന്ന് നിക്കുക മാത്ര ബാക്കി. എന്റെ തൂമടിക്കമാ അല്ലെങ്കിൽ നിന്റെ ജമാഅത്ത് പള്ളിയുടെ പരിസരത്തിൽ നിന്ന് ഖബർസ്ഥാനത്തില് എങ്ങത്തെങ്ങത്തെ മയ്യത്തുണ്ട് മോനെ. രാജാക്കന്മാരതിലുണ്ടോ, പ്രഭുമാരതിലുണ്ടോ, ധനിക്കന്മാരതിലുള്ളത്, പാവത്തങ്ങതിലുള്ളത്, വേങ്ങടങ്ങതിലുള്ളത്, ആണും അതിലുണ്ട്, പെണ്ണും അതിലുണ്ട്, നല്ലതുമുണ്ട്, അതില് ബെടക്കുമുണ്ട്, വ്യഭിചാരിയുമുണ്ട്, അല്ലാഹുവിനെ പേടിക്കുന്ന സാലിഹ്യങ്ങളുണ്ട്, ധിക്കാരിമാരുണ്ട്. എല്ലാരും ലൈന പരലോകത്തെ പാർസലായിട്ട് ഞങ്ങൾ കിടപ്പാട് വെച്ച് വന്നതല്ലേ. അതിലും എതിലിന്നതുണ്ട്, ഇല്ലാത്തതുണ്ടോ? ഹാർട്ടും കിഡ്നിയും ലിവർ ഉള്ളതുണ്ട്, ഇല്ലാത്തതുണ്ടോ? എത്ര മയ്യത്തേക്ക് നീന 3 പിടി മണ്ണെറിഞ്ഞു വന്നവടോ? എത്ര മയ്യത്തേക്ക് നീന ഇമാമത്ത് നിന്റെ പോമായിട്ട് നിന്റെ പൊതുവാരെന്ന് പറഞ്ഞവടോ? ഓട് മാത്രം വെച്ചിട്ട് ആക്സിഡന്റ് പോലോത്ത അപകടത്തിൽ പെട്ട് മരിച്ച മയ്യത്ത് പോസ്റ്റ്മോർട്ടമുടെ പേരും ചെന്നിട്ടു ദ്രമ്യത്തിൽ വലിച്ചെടുത്തിറമോണ്. കാല് തലയുടെ പൊണ്ടില്ലാത്ത ഓട് മാത്രമുള്ള മയ്യത്തില്ലേ നിന്റെ ഖബർസ്ഥാനത്തില്? കിഡ്നിയും ഹാർട്ടും ലിവറും വലിച്ചിട്ട് പൊട്ടുപാട്ടിട്ട് വലിച്ചെടുത്തിട്ട് ഓണി തുന്നിയത് പോലെ തുന്നിട്ട് ദഫനാക്ക മയ്യത്തേക്ക് നീ മീസാന് കല്ല് കുത്തിവെച്ച് വന്നവണല്ലേ. റബ്ബ് കണക്കാക്കട എവിടെ ഏത് രൂപത്തിലുണ്ട് ഈ ദുനിയാവുള്ള ഒരാൾക്കും ചൊല്ലുക സാധ്യയില്ല. കളിഞ്ഞ നാള് നിന്റത്, കളിഞ്ഞ നാൾ എന്തെങ്കിലും തപ്പ് വ്യത്യാസാക്കാൻ തൗബാക്കു ചാൻസ് ഉണ്ട് മോനെ. ഈ നിമിഷം നിന്റത്, ഈ നിമിഷത്തിൽ സൽക്കർമാക്കുക സമയമുണ്ട് മോനെ. എനിക്ക് നാളത്തത് നിന്റത് ഉണ്ട് ചൊല്ലുക സാധ്യയില്ല. നിന്റെ ഓത്തില് നിന്റെ പെഞ്ഞയും നിന്റെ ഉമ്മ ചോറും നാട്ടും കറിയും ആക്കി വെച്ചിട്ട് വാല് കഴിഞ്ഞാൽ പിന്നെ ഉണ്ണുകൊണ്ട് ചെന്നിട്ട് മോനെ അത് നിക്ക് കണക്കാക്കി എന്ത് കണ്ടെങ്കിൽ മാത്രം അത് നിക്ക് കിട്ടോ. ഔത്തുക എത്ര തൈരാറുകൊണ്ട് മോനെ. ഉണ്ടതേ നിന്റത്, ഔത്തിൽ നിന്ന് പാത്രത്തിലുള്ളത് നിന്റതല്ലേ അല്ല. നീനിട്ട ഡ്രസ് നിന്റത്, ഗോഡ്രേജിൽ എടുത്തു വെച്ചത് നിന്റതല്ല. നിന്റെ കാലിലിട്ട ചെരുപ്പ് നിന്റത്, ഔത്തിൽ മാറ്റി വെച്ച ചെരുപ്പത് നിന്റതല്ല. നാളത്തെ സൂര്യോദയം അത് നിന്റതല്ല മോനെ. ഔത്തിലാക്കി വെച്ച ആഹാരം നിന്റത് ഇട്ട് ചൊല്ലുക സാധ്യല്ല. അതുകൊണ്ട് നാളത്തെ വിഷയപ്പെടോ ഇന്നത്തെ നിമിഷത്തില് നിന്റെ നെക്സ്റ്റ് പണ്ട് നിക്ക് കിട്ടിയ നിമിഷത്തില് നാളെ പണ്ട് നീ ഹയാത്തില് നാളെ ഇന്നെങ്കിൽ നാളത്തെ സമയത്ത് നീ സദുപയോഗാക്ക് പ്രയത്നാക്ക് മനുഷ്യ. നാളാള് 10 ആള് നല്ലത് ചെല്ലത് പോലെ മരിക്കുമ്പോൾ ഈമാനോടുകൂടെ മരിക്കണത് പോലെ മരിച്ചൽ പിന്നെ നിന്റെ സറഫാകപ്പെട്ട അല്ലെങ്കിൽ നിന്റെ മയ്യത്ത് പോകേണ്ട സന്ദർഭത്തില് കത്തിമൂനി അങ്ങനെ പോണ്ട സാലിങ്ങളെ ഒട്ടിക്കപ്പെടുക വേണായിട്ട് നിന്റെ മയ്യത്ത് കൊമ്പോണ്ട സന്ദർഭത്തില് നിന്റെ കണ്ടോണ്ട് നിന്നെ കള്ളും മുള്ളും മറവും ചെല്ലിട്ട് നല്ലൊരു മനുഷ്യായിട്ട് ചെന്നിട്ട് അങ്ങനെ 10 ആൾ
നാളെ നിക്ക് സാക്ഷി നിൽക്കുന്ന രൂപത്തിൽ നമ്മ എത്താവുക പ്രയത്നാക്ക അഹങ്കാര ബുടുമോടെ അഹംഭാവ ബുടുമോടെ വ്യഭിചാരം കള്ളത്തനം കള്ളുകുടിയും കാജവും വിട്ടുവിടുമോടെ നിസ്കരിക്കാണ്ട് വീട്ടിൽ അലമാരുടെ പോലെ ചാവുക 12 ഗണ്ട 1 ഗണ്ട ചാവുത്തോളം ദയിക്കുന്നതും നടക്കുന്നതും വിട്ടുവിടുമോടെ ഇശാ നിസ്കരിച്ച വെറുതുകളോടെ പള്ളിയുടെ വേഗവുത്തുക വന്നിട്ട് കൊണ്ടിട്ട് വേഗം ഇറങ്ങിട്ട് സുവേഗ വേഗണിച്ച് നിസ്കരിക്കുക പള്ളിക കൊണ്ട് സമ്പ്രദായം ഉണ്ടാക്കുമോടെ റായത്തെ ഒക്കെട്ടിട്ട് വിളിക്കണ്ട റായത്ര സൗഹാർദ്ദ വിളിക്കണ്ട ഹിന്ദുവും മുസൽമാനും ജൈനനും ക്രൈസ്തധർമ്മീയർ നല്ല രൂപത്തിൽ നിന്റെ സ്വഭാവത്തിൽ നീ നിന്റെ ദീനങ്ക പഠിപ്പാട്ടിക്കൊടോ റായത്ര ഒക്കെട്ട മുറിക്കണ്ടമോടെ ഇതെല്ലാം ചിന്തനാക്കിട്ട് ശപിക്കപ്പെട്ട ആണാവാണ്ട് അനുഗ്രഹീത മനുഷ്യാവുക പ്രയത്നാക്ക അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലങ്ക കൊടുത്ത മരണം നമുക്കും തരട്ടെ ഇത്തബയിൽ ഉസ്താദ് പോയ ചന്ത നോക്കിയുള്ളോ പുതിയാപ്പിള പോയതുപോലെ ചെല്ലണായത് ചെന്നിട്ട് വസിയത്താക്കണത് വസിയത്താക്കിട്ട് റാഹത്തിൽ ചിരിച്ചോണ്ട് കുട്ടുമ്പോ കണ്ടിട്ട് ഈ പ്രപഞ്ചത്തെ പോയിട്ടുണ്ട് കണ്ടെങ്കിൽ അങ്ങനത്തെ മരണം ആഗ്രഹിക്കേണ്ട ആളുമാർ ഞങ്ങൾ ഉസ്താദിന് മോണും നാളെ പിറകുണ്ടോ നല്ല നല്ല കാര്യക്രമം നടക്കുകൊണ്ടോ ഇതെല്ലാത്തിനും സഹകാരാക്കിട നല്ലൊരു മനുഷ്യാവുക നല്ലൊരു മനസ്സെടുക്ക പടച്ചറബ് തൗഫീഖ് തരട്ടെ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലേലമുകളിലുണ്ട് അതെല്ലാം നാളായിട്ട് ചെമ്മലേട്ടായിട്ട് വേദമുണ്ട് ഇൻഷാ അല്ലാഹ് ഭാഗ്യം ചെയ്യുന്നവർക്ക് അല്ലാഹു തആല തൗഫീഖ് തരുമാറാവട്ടെ. ഒന്ന് ദ്വാരന്നിട്ട് ചെറിയ രൂപത്തിൽ മുസാഫായിട്ട് പോകാം. എന്തെങ്കിലും നല്ല നീയത്ത് വെച്ചിട്ട് ചെന്നല്ലേ മനുഷ്യന്മാർ മരിച്ചുപോയ പേരിൽ അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിനെ സ്വർഗ്ഗഭവനമാക്കി തമ്പുരാനെ വിശാലമാക്കി തമ്പുരാനെ നല്ല നിയത്താക്കി സ്വതക്ക ചെന്നൊരു കരുതി കുട്ടി വെച്ചുള്ളൂ. ഇത്ര ഉറുപ്പ നാം ദ്വാരന്നൊക്കെ കയ്യിൽ സ്വതക്ക കൊടുക്കൂടെ ചെന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോ ഇത്ര ഉറുപ്പ നാം ദ്വാരം നൽകുന്ന ഉസ്താദിന്റെ കയ്യിൽ കൊടുക്കൂടെ ചെന്നിട്ട് സ്വതക്കത്തേക്ക് നിയത്താക്കി വെച്ചുള്ളൂ. ആമീൻ ചൊല്ലൂ. പടച്ചറബ് കബൂലാക്കട്ടിക്കല. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الرحيم يا مالك الملوك يا الله. നമ്മുടെ മാതാപിതാക്കൾ ജ്യേഷ്ഠജന്മാർ ഭാര്യമക്കൾ കൂട്ടു കുടുംബാദികൾ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ചെയ്ത എല്ലാ പാപങ്ങളെ പൊറുക്കണം തമ്പുരാനെ. അല്ലാഹുവേ നമ്മുടെ രോഗങ്ങളെ ശിഫയാക്ക് അല്ലാഹ്. നമ്മുടെ രോഗികളുടെ രോഗങ്ങളെ ശിഫയാക്കനാദാ. ഷുഗറുള്ളവർ, പ്രഷറുള്ളവർ, കിഡ്നി വൈഫല്യമായവർ തമ്പുരാനെ, ഹാർട്ട് അറ്റാക്ക് ആയവർ അല്ലാഹ്, ലിവറിൽ തകരാറായവർ, കണ്ണിന്റെ ദൃഷ്ടി കുറഞ്ഞവർ, ചെവി കേൾക്കാത്തവർ, നടക്കാൻ കഴിയാത്തവർ, നിസ്കരിക്കാൻ പോലും സുജൂദ് പോലും ചെയ്യാൻ കഴിയാത്ത രോഗികളുണ്ട് അല്ലാഹ്. ഗർഭകോശം തകരാറിലായ പെണ്ണുങ്ങളുണ്ട് നാഥാ. വയറുവേദനകളെ കൊണ്ട് പിടയുന്ന സഹോദരികളുണ്ട് തമ്പുരാനെ. എല്ലാം നീ ശിഫയാക്ക് അല്ലാഹ്. ശാരീരികം മാനസികമായ രോഗങ്ങളെ ശിഫയാക്ക് അല്ലാഹ്. ലാഹിറും ബാത്തിനുമായ രോഗങ്ങളെ ശിഫയാക്ക് അല്ലാഹ്. സാഹിസിഹും ഐനുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് ശിഫ നൽകുനാദാ. അല്ലാഹുവേ ക്യാൻസർ പോലത്തെ എയ്ഡ്സ് പോലത്തെ അപകട രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. അത്തരം രോഗങ്ങൾ എത്താതെ കാക്കണം അല്ലാഹ്. ബിസ്മില്ലാഹ്. ജുമുഅത്ത് പള്ളിക്ക് വേണ്ടിയിട്ട് പടച്ച തമ്പുരാനെ, മീലാദ് കമ്മിറ്റിക്ക് വേണ്ടി, എസ്കെഎസ്എഫിന് വേണ്ടിയിട്ട് പടച്ചവനെ, ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന, നാട്ടിന്റെ മസ്ലഹത്തിനും നന്മയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകൾ അല്ലാഹു അവർക്കൊക്കെ ഖൈർ നൽകണം അല്ലാഹ്. അതിന്റെ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, മെമ്പർമാർ, അതിനെ സഹായിക്കുന്ന സഹകരിക്കുന്ന നല്ലവരായ സഹോദര സഹോദരികൾക്ക് ഖൈർ നൽകുക അല്ലാഹ്. നിഅമത്ത് നൽകണം നാദാ. അവരുടെയും നമ്മുടെ സദുദ്ദേശങ്ങളെ സഫലീകരിക്കണം അല്ലാഹ്. ഒരുപാട് ജനങ്ങളെ സദഖ ചെയ്തിട്ടുണ്ട്. റബ്ബേ, സദഖ ചെയ്യാൻ നിയത്ത് വെച്ച് ഇരുന്ന് ആമീൻ ചൊല്ലുന്നവരുണ്ട് അല്ലാഹ്. എല്ലാം നീ ഖബൂൽ ചെയ്യണം അല്ലാഹ്.
അതിന്റെ സവാബ് നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കള്, നമ്മുടെ കൂട്ടുകുടുംബാദികളിൽ പലരും ഇന്ന് ആരുടെ മണ്ണിലാണ്. അല്ലാ, അവരുടെ ഖബറിലേക്ക് എത്തിപ്പിച്ച് കൊടുക്കണം. അല്ലാ, അവരുടെ ഖബറിടങ്ങളെ വിശാലമാക്കണം. അല്ലാ, അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണം. അല്ലാ, നിന്റെ ഖുർആനിന്റെ പ്രകാശം അവരുടെ ഖബറിലേക്ക് എത്തിപ്പിച്ച് കൊടുക്കണം. നാദാ, സ്വർഗീയ ഭവനത്തിൽ ശാശ്വത ഇടം നൽകണം. അല്ലാ, പടച്ചവനയുടെ സുന്ദരമായ മദ്രസയ്ക്ക് വേണ്ടി, പള്ളിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർ, ഇതിന്റെ കമ്മിറ്റിയുടെ ഭാരവാഹികൾ, അവരുടെ എല്ലാ ഓരോരുത്തരുടെ കഷ്ടപ്പാടുകൾ ദൂരീകരിക്കണം തമ്പുരാനെ. ഈ പരിപാടി ഉണ്ടാക്കാൻ വേണ്ടി വിദ്വാന ചെയ്യുവാക്കൾ, നല്ലവരായ ആണുങ്ങൾ, പെണ്ണുങ്ങൾ, ഉസ്താദുമാർ, എല്ലാവർക്കും ഖൈറും ആഫിയത്തും നീ നൽകണം തമ്പുരാനെ. ഇതിന് നൽകുന്ന സദഖകൾ ഖബൂൽ ചെയ്യണം. അല്ലാ, സദുദ്ദേശങ്ങൾ സഫലീകരിക്കണം. അല്ലാ, ദുഃഖങ്ങളെ അകറ്റണം. അല്ലാ, വിഷമങ്ങളെ തീർക്കണം. അല്ലാ, ബേജാറുകളെ തീർത്തു തരണം. നാദാ, കടങ്ങളിൽ നിന്ന് മുക്തി നൽകണം. അല്ലാ, ദാരിദ്ര്യങ്ങളിൽ നിന്ന് സലാമത്താക്കണം. അല്ലാ, ഐശ്വര്യം ചൊരിച്ചു തരണം. അല്ലാ, വീടില്ലാത്തവരുടെ സുന്ദരമായ വീടുണ്ടാക്കി കുടുംബജീവിതം നയിക്കാനുള്ള ഭാഗ്യം നൽകണം തമ്പുരാനെ. പടച്ചവനെ, ഈ നാട്ടിന്റെ ഉസ്താദുമാർക്ക് ഖൈർ നൽകുക. അല്ലാ, എന്നോടൊപ്പം ഈ നാട്ടുകാരൻ റിയാസ് ദാരിമി ഉസ്താദിനെ പോലെ കൂടെയുള്ള അല്ലാഹു അഷ്റഫു പോലത്തെ നല്ല നല്ല ചെറുപ്പക്കാർ, പടച്ചവനെ, ഈ നാട്ടിൽ പ്രസിഡന്റ്, സെക്രട്ടറിമാരെ പോലത്തെ നല്ല നല്ല യുവാക്കള്, അവർക്ക് കാരണക്കാരായവരുടെ മാതാപിതാക്കള്, എല്ലാവർക്കും ഖൈർ നൽകുക. അല്ലാ, എല്ലാവർക്കും നിഅമത്ത് നൽകണം. അല്ലാ, ഉദ്ദേശിച്ച പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഭാഗ്യം നൽകണം. അല്ലാ, നമ്മെ കൊണ്ട് നാട്ടിലും കുടുംബത്തിലും നന്മ നിറക്കണം. നാദാ, നമ്മെ കൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് അഭിവൃദ്ധിയും നിഅമത്തും നൽകണം. അല്ലാ, പടച്ചവനെ, പാവപ്പെട്ടവരെയും അനാഥകളെയും വിധവകളെയും സഹായിക്കാനുള്ള സമ്പത്ത് നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ. യാചിക്കുന്ന ഗതികേട് നൽകല്ലേ. അല്ലാ, വീടില്ലാത്തവർക്ക് സ്വന്തമായി വീടുണ്ടാക്കാനുള്ള എളുപ്പവഴി തുറന്നു തരണം. അല്ലാ, മക്കളില്ലാത്തവർക്ക് സാലിഹ്യങ്ങളായ മക്കളെ താ. അല്ലാ, മരിച്ചാൽ ദുആ ചെയ്യുന്ന മക്കളെ താ. അല്ലാ, മരിച്ചാലും മറക്കാത്ത മക്കളെ നൽകണം. അല്ലാ, നമ്മുടെ മക്കളുടെ നന്മ കണ്ട്, നല്ല സ്വഭാവം കണ്ട് സന്തോഷിക്കുന്ന ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണം തമ്പുരാനെ. അല്ലാഹുവേ, നമ്മുടെ വീടുകളിലുള്ള പെൺമക്കൾക്ക് സാലിഹ്യങ്ങളായ കുഫ്വത്ത ഭർത്താക്കന്മാരെ എത്രയും പെട്ടെന്ന് എത്തിച്ചു തരണം. അല്ലാ, ഗർഭിണിയായ പെണ്ണുങ്ങളുണ്ട്, വേദനയില്ലാതെ, ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്രസവം നൽകണം. അല്ലാ, ഒരുപാട് കൊല്ലങ്ങളായി കല്യാണം കഴിഞ്ഞിട്ടും കുട്ടികളില്ലാത്തവരുണ്ട്. റബ്ബേ, മരിച്ചാൽ ദുആ ചെയ്യുന്ന മക്കളെ താ. അല്ലാ, മരിച്ചാലും മറക്കാത്ത സാലിഹ്യങ്ങളായ സന്താനങ്ങളെ നൽകണം. അല്ലാ, മക്കളുണ്ടാകുന്നതിന്, ഗർഭമുണ്ടാകുന്നതിന് തടയുന്ന രോഗങ്ങളോ തടസ്സങ്ങളോ നമ്മുടെ ആണുങ്ങളിൽ പെണ്ണുങ്ങളിൽ ഉണ്ടെങ്കിലൊക്കെയും നീക്കി കളയണം തമ്പുരാനെ. പടച്ചവനെ, നമ്മുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം. അല്ലാ, മരിക്കുന്നതുവരെ അവരുടെ ഖിദ്മത്ത് ചെയ്യുന്ന ഭാഗ്യം നൽകണം. അല്ലാ, പടച്ചവനെ, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്ത് ചെയ്യാനുള്ള തൗഫീഖ് നമുക്കും കുടുംബത്തിനും നൽകണം തമ്പുരാനെ. അല്ലാഹുവേ, അപകടങ്ങളിൽ നിന്ന് കാക്കണം. അല്ലാ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം. അല്ലാ, പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടുന്ന മരണം നൽകല്ലേ. അല്ലാ, കുടുംബക്കാർ പോലും കാണാൻ വെറുക്കുന്ന, പേടിക്കുന്ന മയ്യത്താക്കല്ലേ. അല്ലാ, വയസ്സുകാലത്ത് പോലും രോഗിയായിരിക്കേ. അല്ലാഹുവേ, ഭാര്യ മക്കൾ വെറുക്കുന്ന അവസ്ഥയിലേക്കുള്ള രോഗങ്ങളോ വാർദ്ധക്യമോ തരല്ലേ. അല്ലാ, പള്ളിയിലേക്ക് പോകുന്നതിന് തടയുന്ന രോഗങ്ങളോ തടസ്സങ്ങളോ തരല്ലേ. അല്ലാ, ഒന്ന് മരിച്ചു കിട്ടിയാളെ നന്നായിരുന്നേനെ എന്ന് ആഗ്രഹിക്കുന്ന രോഗങ്ങളും കഷ്ടപ്പാടുകളും ഞങ്ങൾക്ക് നീ തരല്ലേ. അല്ലാ, ഒരുപാട് കൊല്ലക്കാലം നിന്റെ ദീനിന്റെ ഖിദ്മത്ത് ചെയ്യാൻ, ദീനിന് വേണ്ടി നേതൃത്വം നൽകാൻ, അതിന്റെ പ്രചാരകരാകാൻ ഞങ്ങൾക്ക് ഭാഗ്യം താ. അല്ലാ, മരിക്കുമ്പോൾ നിന്റെ സാലിഹ്യങ്ങൾക്ക് നൽകിയ മരണം നൽകണം. അല്ലാ, കാമിലായ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നു ചരിച്ച് സ്വർഗം കണ്ട് സന്തോഷത്തോടെ ഈ ലോകത്തിൽ നിന്ന് വിട പറയാൻ ഭാഗ്യം നൽകണം. അല്ലാ,
അല്ലാഹു ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർക്ക് നിന്റെ സ്വർഗ്ഗത്തിന്റെ ഭക്ഷണം നൽകണം അല്ലാ. ഇവിടെയുള്ള ഉസ്താദന്മാർക്ക് കൃത്യസമയത്ത് ഭക്ഷണങ്ങൾ പാനീയങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന സഹോദരിമാരുണ്ട്, അവർക്ക് ആഫിയത്ത് നൽകുക അല്ലാ. അവരുടെ കഷ്ടപ്പാടുകൾ ദൂരീകരിക്കണം അല്ലാ. അവരുടെ ഭർത്താക്കന്മാർക്ക് സർവ്വവിധ ഖൈർ നൽകണം തമ്പുരാനെ. ഖബറിന്റെയും മഹ്ശറുടെയും നരകത്തിന്റെ അദാബിൽ നിന്ന് ഞങ്ങൾക്കും കുടുംബത്തിനും മോചനം നൽകണം അല്ലാ. സ്വർഗീയ ഭവനം ശാശ്വത ഭവനമാക്കി തരണം അല്ലാ. اللهم اغفر لنا وللمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات آمين برحمتك يا أرحم الراحمين بفضلك صلى الله على محمد صلى الله عليه وسلم.